പോത്താനിക്കാട് സെന്റ് മേരീസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തും. പോത്താനിക്കാട് സെന്റ് മേരീസ് സ്കൂളിൽ ഈ അധ്യയന വർഷമാണ് +2 കോഴ്സുകൾക്ക് അനുമതി ലഭിച്ചത്. ദീർഘകാലമായുള്ള പരിശ്രമമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11 വർഷക്കാലത്ത് ദീർഘമായ നിയമ പോരാട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ മാർച്ചിലെ സുപ്രീം കോടതി ഗവൺമെൻറ്റിൻ്റെ അപ്പീൽ റിജക്റ്റ് ചെയ്ത് ആ സ്കൂൾ അനുവദിക്കാൻ ഉത്തരവാകുകയും തുടർന്ന് നമ്മുടെ അപേക്ഷ പ്രകാരം ഗവൺമെൻറ്റിൽ ഒരു അണ്ടർ സെക്രട്ടറി ഇവിടെ വന്ന് പരിശോധന നടത്തുകയും അത് ഈ 5 മുറികൾ മാത്രം പോരാ 7 മുറികൾ കൂടി പണം തീർത്തിച്ച് അപേക്ഷിക്കാൻ പറഞ്ഞ് ഒരു ഗവൺമെൻറ് നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബാക്കി കെട്ടിടങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബ്ലോക്ക് പൂർത്തീകരിച്ച് ഇരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം 5-ന് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. പുതിയ കെട്ടിട സമുച്ചയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP, നെടുഞ്ചാലിൽ NM വർഗീസ് സ്മാരക സ്കോളർഷിപ്പിന്റെ പ്രഖ്യാപനവും, ഷിബു തെക്കുംപുറം MLA സയൻസ് ലാബുകളുടെ ഉദ്ഘാടനവും, മുൻ മന്ത്രി P. രാജീവ് കമ്പ്യൂട്ടർ ലാബുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ചാണ്ടി ഉമ്മൻ MLA മുഖ്യപ്രഭാഷണവും യൂഹാനോൻ മാർ പീലക്സിനോസ് മെത്രാപൊലീത്ത അനുഗ്രഹ പ്രഭാഷണവും നടത്തും. നാടിൻ്റെ വലിയൊരു ആവശ്യമാണെന്നുള്ള കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ ഒരു വിപുലമായ രീതിയിൽ തന്നെ ഉദ്ഘാടനം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറാണ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരിക്കുന്നത്. ഈ ശനിയാഴ്ച 5 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ഈ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KP ജെയിംസ്, ഫാദർ എൽദോ കുര്യാക്കോസ്, ജെയിംസ് വർഗീസ്, PV ഐസക്, ബിജു സ്കറിയ, പ്രിൻസിപ്പാൾ മിനി വർഗീസ്, ഷിബു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, പോത്താനിക്കാട്.